ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ വിവരം പുറത്തുവരുന്ന മണിക്കൂറാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തല കൂടി മാധ്യമങ്ങളെ ആ വമ്പൻ സ്രാവുകളെ ചോദ്യം ചെയ്യാതെ വസ്തുതകൾ പുറത്തു വരില്ല എന്നുള്ള കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ശരിയല്ലേ? ഇന്നും പറഞ്ഞല്ലോ, അന്വേഷണം ഒരു ഘട്ടത്തിനപ്പുറം പോകുന്നില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ആളുകളുടെ അടുക്കലേക്ക് ഇത് എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വത്തിന്റെ ചുമതല വഹിച്ചപ്പോഴാണല്ലോ ഇതൊക്കെ നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഒരു മന്ത്രി അറിയാതെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശബരിമലയിൽ ഉണ്ടായി എന്ന് ആര് വിശ്വസിക്കും? ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മാത്രം വിചാരിച്ചാൽ ഇത്രയും വലിയ ഒരു സ്വർണ്ണക്കൊള്ള അവിടെ നടത്താൻ കഴിയുമോ? കഴിയില്ല. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമായ ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയമായ പരിരക്ഷയുണ്ട് എന്ന് കണ്ടുകൊണ്ടല്ലേ ഈ 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഇത് ചെയ്തത്. ഈ 2 CPM-ന്റെ ഉന്നതരായ നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. ഇപ്പം മൂന്നാമതൊരാൾ ഇന്നലെ വിജയകുമാർ, കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ CPM-ന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് 1ാം പിണറായി ഗവൺമെന്റ് കാലത്ത്. അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ്. അപ്പം 3 പ്രധാനപ്പെട്ട CPM നേതാക്കന്മാർ ജയിലിൽ പോയി. മന്ത്രി ഇതൊന്നും അറിയാതെയാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ഈ കാര്യങ്ങൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയെ പറ്റി മന്ത്രിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പുറത്തു വരണം. അതിനു വേണ്ടിയിട്ടുള്ള ശക്തമായ പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഞങ്ങൾ ആദ്യം പറഞ്ഞ എന്താ? ഞങ്ങൾ ആദ്യം പറഞ്ഞ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ CBI അന്വേഷണം വേണം. പക്ഷെ കോടതി SIT-യെ നിയോഗിച്ചു. SIT അതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന കണ്ടപ്പോൾ ഞങ്ങൾക്കതിൽ പരാതി ഉണ്ടായില്ല. ഇപ്പോഴും പരാതിയില്ല. പക്ഷേ ഇതിന് രാജ്യാന്തര ബന്ധങ്ങളുള്ള ഒരു സ്വർണ്ണക്കൊള്ളയാണ് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും CBI അന്വേഷിക്കണമെന്ന് പറയില്ലേ? അതിൻ്റെ അർത്ഥം SIT-യുടെ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നുള്ളതല്ല. SIT മാത്രം വിചാരിച്ചാൽ ഇന്റർനാഷണൽ റെമിഫിക്കേഷൻസ് ഉള്ള ഒരു കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ്, അല്ലാണ്ട് P. രാജീവ് പറയുന്ന പോലെയല്ല. അത് മന്ത്രി P. രാജീവ് പറഞ്ഞത് പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ്. അദ്ദേഹം പ്രതിപക്ഷത്തെ കളിയാക്കുന്നതിന് മുമ്പ് ജയിലിൽ കിടക്കുന്ന 3 CPM നേതാക്കന്മാരെ പറ്റി വേണം പറയാൻ. അത് അദ്ദേഹം മിണ്ടുന്നില്ലല്ലോ. ഞങ്ങളിപ്പോൾ CBI അന്വേഷണം ഇപ്പോഴെല്ലാം നേരത്തെ ഞങ്ങൾ ആവശ്യപ്പെട്ടു. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിൻ്റെ ഈ കേസുമായി കണ്ണികൾ വിദേശത്തുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട കണ്ണികൾ സംസ്ഥാനത്തിന് പുറത്തുണ്ട് എന്നുള്ളത് കൊണ്ടല്ലേ. ഇപ്പം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു 2 മണിക്കൂർ. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചോദ്യം ചെയ്തു. ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. ഇതിലെ യഥാർത്ഥ പ്രതികള് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാതെ ഇത് അവസാനിക്കാൻ പോകുന്നില്ല. ഏതായാലും അന്വേഷണം നടക്കട്ടെ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് വന്നിരിക്കുന്നു. പ്രതിപക്ഷം പറഞ്ഞ ഓരോ കാര്യവും ശരിയാണെന്ന് വന്നിരിക്കുന്നു. ഇനിയും ഇതുമായി ബന്ധമുള്ള വൻ സ്രാവുകൾ വലയിൽ കുടുങ്ങും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അയ്യപ്പനോട് കളിച്ചാൽ ആർക്കും രക്ഷയില്ല എന്ന് മനസ്സിലാക്കിക്കോണം. കളി ഏതായാലും അയ്യപ്പനോട് വേണ്ട എന്നാണ് ഇത് ആവർത്തിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കളിയാക്കുന്നതിനപ്പുറം സ്വാഭാവികമായിട്ട് ഈ 3 നേതാക്കൾക്കെതിരായിട്ടുള്ള നടപടി ഇക്കാര്യത്തിൽ ഇതുവരെ CBI സ്വീകരിച്ചിട്ടില്ല. അതിനെങ്ങനെയാണ് കാണുന്നത്? ഇന്നലെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു കേട്ടില്ലേ, വലിയ ഹെഡിങ് വരും അതുകൊണ്ട് ചെയ്തില്ല എന്ന്. അപ്പൊ ഹെഡിങ്ങിനെ ഭയപ്പെട്ടാണോ CPM തീരുമാനമെടുക്കാൻ മടിക്കുന്നത്? പത്രത്തിൽ വരുന്ന ഹെഡിങ് വരും, സ്വർണ്ണക്കൊള്ളയിൽ CPM ആ നടപടി എടുത്തു എന്ന് വരുമെന്ന് പേടിച്ചാണ് എടുക്കാത്തത്. എടാ, ജനങ്ങളെ പേടിയില്ലാത്ത പാർട്ടിയാണ് CPM. എന്നിട്ടാണോ പത്രക്കാരുടെ ഹെഡിങ്ങിനെ ഭയപ്പെടുന്നത്? ഇതെല്ലാം ആളുകളെ കളിപ്പിക്കുകയല്ലേ. ഈ കൊള്ളയ്ക്കകത്ത് സർക്കാരിലെ ഉന്നതന്മാർക്ക് പങ്കുണ്ട്. ആ പാർട്ടിക്കാർ മുഴുവൻ ജയിലിൽ ഓരോരുത്തരായിട്ട് ജയിലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് ഇപ്പം ജയിലിലേക്കുള്ള യാത്രയാണ് ഇവര്. ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജയിലിലേക്ക്. എന്നിട്ട് ഈ CPM നേതാക്കന്മാർക്കെതിരെ ഒരു നടപടി സ്വീകരിക്കാൻ കഴിയാത്ത ഈ പാർട്ടി സെക്രട്ടറിയെ പറ്റി ഓർത്ത് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഞങ്ങൾക്ക് സഹതാപമാണുള്ളത്.
അത് നിങ്ങൾ അവരോട് ചോദിക്കണം. ഏതായാലും SITക്ക് പത്രക്കാരോട് പറയാൻ പറ്റും. ഇപ്പം ചോദ്യം ചെയ്യുന്നു, അവർക്ക് പറയാൻ കഴിയില്ല. അത് ചോദ്യം ചെയ്യുന്ന ആൾ പറഞ്ഞാലേ അല്ലെങ്കിൽ നിങ്ങളെ വിവരം അറിയൂ. ഏതായാലും ഇപ്പം പുറത്ത് വന്നല്ലോ. ഇതൊന്നും ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല. സത്യത്തെ സ്വർണ്ണപ്പാളി കൊണ്ട് മൂടിയാലും ആ സത്യം പുറത്തു വരും. അതാണ് ഇപ്പൊ തെളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് കുറച്ച് ചോദ്യങ്ങൾ എന്തൊക്കെയോ സംശയങ്ങൾ വന്നു, അത് അവർ വന്ന് ചോദിച്ചു, ചോദ്യം ചെയ്തതല്ല. അല്ല, എല്ലാവരോടും അത് തന്നെയാണ് ചെയ്യുന്നത്. അത് വാസുവിനോടും ആദ്യം ചോദിച്ചത് അത് തന്നെയായിരുന്നു. അത് തന്നെയാണ് നമ്മുടെ പത്മകുമാരോടും ചോദിച്ചത്. ആ ചോദ്യമല്ലേ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയ ശേഷം SIT പരിശോധിക്കും, വീണ്ടും ചോദ്യം ചെയ്യണേ വിളിക്കും. അതൊക്കെയല്ലേ അതിന്റെ നടപടിക്രമങ്ങൾ. സംശയങ്ങൾ ദൂരീകരിക്കാനൊന്നും അല്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ അവരെ വിളിക്കുന്നത്. അല്ലാണ്ട് ആരെയും ചായ കൊടുത്ത് പറഞ്ഞു വിടാൻ വേണ്ടി അല്ലല്ലോ. അതൊക്കെ വരട്ടെ, നമുക്ക് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നോക്കാം. എന്താ എങ്ങോട്ടാണ് പോകുന്നത് നോക്കാം. നോക്കാം. ബഹുമാനപ്പെട്ട കോടതി എന്ന് പറഞ്ഞില്ലേ, ഇതിന്റെ അന്വേഷണം എന്താണ് വേറൊരു ദിശയിലേക്ക് പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്, കോടതി പറഞ്ഞത് വളരെ ഗൗരവമുള്ള കാര്യമല്ലേ. ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഇനിയും CPMന്റെ ഉന്നത നേതാക്കൾക്ക് ഉള്ള പങ്ക് വെളിച്ചത്ത് വരും, സംശയം വേണ്ട. ഈ SITയെ കുറിച്ച് പരാതി ഇല്ലാന്ന് പറഞ്ഞു, പക്ഷേ SIT 4 ദിവസം മുമ്പ് ചോദ്യം ചെയ്യുന്നു. ഇന്ന് ഹൈക്കോടതിയുടെ ഒരു വിമർശനം ഉണ്ടാകുന്നു, അന്വേഷണത്തിൽ ഒരു പുരോഗതിയില്ല, മന്ദഗതിയിലാണ് എന്ന് അവർ വീണ്ടും കോടതി ആവർത്തിക്കുന്നു. അതിനുശേഷമാണ് ഈ ചോദ്യം ചെയ്യലിന്റെ പേരും പുറത്തുവിടുന്നത്. അപ്പോൾ അതിനകത്ത് SITയുടെ നടപടികളെ അത്ര ഒരു ഇതായിട്ട് കാണാൻ കഴിയുമോ? അല്ല, ഞാൻ ഇതുവരെയുള്ള അവരുടെ നടപടികൾ നോക്കുമ്പോൾ നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ചില കാര്യങ്ങൾ അവർക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയില്ല, അതാ ഞാൻ പറഞ്ഞത്. അന്താരാഷ്ട്ര മാനമുള്ളൊരു കേസായി ഇത് മാറുമ്പോൾ അവർക്ക് മാത്രമായി ഇത് കണ്ടെത്താൻ കഴിയില്ല. പിന്നെ സ്വാഭാവികമായി അവരുടെ പുറത്തൊക്കെ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എനിക്ക് ഉണ്ടോ ഇല്ലെന്നറിയില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.